ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ നിയമസഭ ഇലക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, കേരളത്തിലെ പട്ടിണി തുടച്ചു നീക്കാൻ കഴിഞ്ഞു. 2, വികസനം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും എത്തിക്കാൻ കഴിഞ്ഞു. 3, സാമ്പത്തികമായിട്ട് വളരാൻ കഴിഞ്ഞു. 4, സൈനികമായിട്ട് വളരാൻ കഴിഞ്ഞു. 5, തുല്യ നീതി, തുല്യ അവകാശം എല്ലാവർക്കും ലഭിച്ചോ? അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ്, 18 വയസ്സിന് താഴത്തുള്ള കുട്ടികൾക്ക് എന്താണ് വളരാൻ കഴിയാൻ അവസരമൊരുക്കിയത്? അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് എന്താണ് ലഭിച്ചത്? ഓട്ടിസം, തളർന്നു കിടക്കുന്നത്, വിധവകൾ, അംഗവൈകല്യം സംഭവിച്ചവർ, കാഴ്ച പരിമിതി, ഇവർക്ക് എന്ത് മാറ്റമാണ് നേടാൻ കഴിഞ്ഞത്? അതുപോലെ തന്നെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതുപോലെ തന്നെ കർഷകർക്ക് എന്താണ് ലഭിച്ചത്? അവർക്ക് എന്ത് മാറ്റമാണ് ലഭിച്ചത്? അതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? എല്ലാ ആൾക്കാർക്കും വീട് ലഭിച്ചോ? എല്ലാ ആൾക്കാർക്കും ആധുനിക ചികിത്സാ സംവിധാനം, ഇൻഷുറൻസ് കവറേജ് ലഭിച്ചോ? എല്ലാ ആൾക്കാർക്കും തൊഴിലിനുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായോ? അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇത് ഇടതുപക്ഷ സർക്കാരാണെങ്കിലും വലതുപക്ഷ സർക്കാരാണെങ്കിലും NDA സർക്കാരാണെങ്കിലും എല്ലാം ജനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞോ? ഓരോ ആളുകളും അവരുടെ സ്വപ്നങ്ങളും വിജയിക്കാൻ വേണ്ടി എന്താണ് അവരിലേക്ക് എത്തിയത്? പറയുക.